2010 കാലഘട്ടത്തിൽ കൊച്ചിയിൽ പനമ്പള്ളി നഗറിൽ ഒരു കൊച്ചു വണ്ടിയിൽ കച്ചവടം തുടങ്ങിയ ഒരു അപ്പനും 2 മക്കളും പിന്നീട് അവരുടെ ബിസിനസ് ഒരു വർഷത്തിന് ശേഷം കുറച്ച് ഡെവലപ്പ് ചെയ്ത് കൊച്ചിയിൽ തോപ്പുംപടിയിൽ വന്നു. മറ്റാരെക്കുറിച്ചുമല്ല, കൊച്ചിയിലെ തോപ്പുംപടിയിലുള്ള ഫേമസ് ആയ ജെഫ് ബിരിയാണിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ സ്റ്റോറി, എങ്ങനെയാണ് ഇവർ ഇവിടെ എത്തിയതെന്നും എന്താണ് ഇവരുടെ ബിരിയാണി സ്പെഷ്യലെന്നും എങ്ങനെയാണ് ഇവർ ബിരിയാണി മേക്ക് ചെയ്യുന്നതെന്നും പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള അഫ്ഗാനി ചിക്കനും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ്. കൊച്ചിയിൽ ഞാൻ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കൊച്ചിയിലെ തോപ്പുംപടിയിലുള്ള ജെഫ് ബിരിയാണി. അപ്പോൾ കൊച്ചിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണി എന്ന് പറയാവുന്ന കൊച്ചിയിലത്തെ അല്ലാത്ത വെറൈറ്റി സ്റ്റൈലുള്ള ബിരിയാണിയാണ് ജെഫ് ബിരിയാണി. ഇന്നൊരു സൺഡേ ആണ്, ജെഫിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. വാ. ഹായ് ബ്രദർ. Hello, welcome to Jeff Biryani. Welcome. This is Hussein brother. Hello Where is your everyone. father? By the grace of God, he's doing well. Where is he? Right now, he is actually in Calicut because by the grace of God, we are planning to start another new outlet in Calicut maybe next month. Oh, good. So right now, he is over there doing the preparations. Okay, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാദറിനെയാണ് ഞാനിവിടെ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം ഇവിടെ ഇല്ല, കൊച്ചിയിലില്ല. കോഴിക്കോട് ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയിരിക്കുകയാണ് അല്ലേ? Need your prayer and support. ഓക്കെ, ഓൾവൈസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇവരുടെ സെൻട്രൽ കിച്ചൺ ഇപ്പോൾ ഇവിടെ ഇല്ല, ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. നമുക്ക് ഓൾറെഡി അവിടുന്ന് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ബ്രദർ ഹാത്തിം ബ്രദർ അവിടെ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടുന്ന് കിച്ചണിലെ വിശേഷങ്ങൾ കാണാം. കിച്ചണിലേക്ക് കുറച്ച് നേരത്തെ എത്തിക്കൊണ്ട് തന്നെ പ്രിപ്പറേഷൻ കുറേ കാര്യങ്ങളോടെ കാണാൻ പറ്റി. ഇത് ചിക്കൻ ബിരിയാണിയുടെ പ്രിപ്പറേഷനാണ്. ചിക്കൻ ബിരിയാണി കൂടാതെ ഇവരുടെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള മട്ടൻ ബിരിയാണി ഉണ്ട്. ആപ്രിക്കോട്ട് മട്ടൻ ബിരിയാണിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുണ്ട്. പിന്നെ കൂടാതെ അവർ ഇപ്പോൾ അടുത്ത് ബീഫ് ബിരിയാണി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബീഫ് അവരുടെ അടുത്ത് ഇത്ര കാലമായിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. സെൻട്രൽ കിച്ചണിൽ ഇവരുടെ ഒരുപാട് ബ്രാഞ്ചുകളിലേക്കുള്ള പ്രിപ്പറേഷനാണ് നടക്കുന്നത്. ഒരു 8-9 ചെമ്പുകളിൽ ബിരിയാണി മാത്രം റെഡിയാവുന്നുണ്ട്. അപ്പോൾ അതിൽ ബീഫ് ഒരുപാടുണ്ട്, ചിക്കൻ ഉണ്ട്, മട്ടൺ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ചിക്കൻ ബിരിയാണിയിലേക്കുള്ള കോമൺ ആയിട്ടുള്ള മസാല ഒന്നിച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിനു ശേഷം വീണ്ടും അടുപ്പത്ത് വെച്ച് ചിക്കൻ ഒന്നുകൂടി വേവിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ദമ്മിങ് പ്രോസസ് ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മട്ടൻ്റെയും ബീഫിൻ്റെ എല്ലാം വരുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് നേരത്തെ കണ്ട ഹുസൈൻ ബ്രോൻ്റെ ബ്രദർ ഹാത്തിം ബ്രോ ആണ്. അദ്ദേഹമാണ് ഇവിടെ സ്റ്റാഫുകൾക്ക് എല്ലാം കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാഫുകൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് അദ്ദേഹം കൂടെ ഉണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം തന്നെ നേരിട്ട് നമുക്ക് പറഞ്ഞു തരും. This is all what we are making is our Jeff chicken biryani, Bohra chicken biryani. Now Bohra is a sub community. Yes, it's a sub community. Like we are Bohra Muslim, and this is what we are making. This is our communal food, community food. Bohra belongs from Yemen. They have come from Yemen. So that's how the tagline also comes, the flavor of Yemen. Okay. So this is what you can see over here. This is Bohra chicken biryani. ബൊഹ്റ ചിക്കൻ ബിരിയാണി. Yes. This is all chicken biryani over here. This is almost done now. Almost done. Yes. Now we just have to put the rice on this layer. It's all chicken biryani. This will be apricot mutton biryani, which is the weekend special. We'll be putting the mutton. Okay. Then This over here, those big vessels, what you can see over there, that is all Afghani chicken. അഫ്ഗാനി ചിക്കൻ. Yeah, Afghani chicken. Afghani chicken takes almost say 1 hour, 1.5 hour to get ready. സ്ലോ കുക്കിംഗ്. Yes, slow cooking. So the chicken will be very tender. It is made in fresh cream, almond and cashew paste. These 2 vessels over here, the rice will be getting cooked in these 2 vessels. It's for rice. This is for rice. This is for rice. This is also for rice. And all these things over here, this is the newly introduced beef biryani over here. Oh. So we have just recently introduced the beef Great. biryani just a week back, and this will be going to Kadavantara and Edapalli branch. And mutton biryani, apricot mutton biryani, it will be available at Thoppambadi branch on weekends. Okay. Weekdays there will be beef biryani at Thoppambadi also. And in beef biryani also, why it is so different and special, because we use only undercuts and tenderloin cut pieces. Okay. For beef biryani. We personally select the beef, the quality of meat and the pieces. The meat is always like undercut, that is the back of the ടെൻഡർലോയിൻ കട്ട്. and tenderloin cut. So that's why when you will have, after the biryani is ready, the beef will also be very tender and it will not be black in color. It will be white in color. ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ബീഫ് ആണെങ്കിലും എല്ലാം മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അരി തിളപ്പിച്ച് വന്നത് ദമ്മിടുക എന്നുള്ളതാണ് പ്രോസസ്സ്. അപ്പോൾ അരി എല്ലാത്തിലേക്കും സെയിം ആണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് ബസ്മതി റൈസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ലോങ് ഗ്രെയിൻ റൈസ്.
അപ്പോൾ അരിയിൽ അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല, പക്ഷേ ഇവരുടെ പ്രിപ്പറേഷനാണ് പ്രത്യേകത. അരി കുറച്ചൊക്കെ സ്പൈസസ് ഇട്ടുള്ള അരി വേവിച്ചെടുക്കുന്നു. അരി എല്ലാത്തിലേക്കും സെയിം ആയിട്ടാണ് ചെയ്യുന്നത്. മസാലയും ഓൾമോസ്റ്റ് സെയിം ആണെന്നാണ് പറഞ്ഞത്, പക്ഷേ മട്ടണിലേക്ക് കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് എന്തൊക്കെയോ ചേർക്കുന്നുണ്ട്. പിന്നെ ആ മസാലയിൽ മീറ്റ് കടന്ന് വരുമ്പോൾ, മീറ്റ് അതിനകത്ത് മിക്സായി, മീറ്റ് അതിനകത്ത് കടന്ന് വെന്ത് വരുമ്പോൾ, പിന്നെ റൈസും കൂടെ മിക്സായി വരുമ്പോഴുള്ള മാറ്റങ്ങളാണ് ടേസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ. അങ്ങനെ അരിയെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് ഓരോ മസാലയുടെ മുകളിലും വന്ന് ദമ്മിടുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഒരുപാട് ചെമ്പുകൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. 8-9 ചെമ്പുകൾ നിരന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്കെല്ലാം റൈസ് കൊടുന്നിടുക എന്നുള്ളത് പണിക്കാരുടെ പണിയാണ്. പിന്നെ നമ്മുടെ ഹാത്തിം ബ്രോ അവിടെ വെറുതെ ഇരിക്കുന്നില്ല, പുള്ളിയും എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുത്തിട്ട് കൂടെ തന്നെയുണ്ട്. ഇവരുടെ കിച്ചണിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇവരുടെ പ്രിപ്പറേഷൻ്റെ ക്വാളിറ്റിയാണ്. ഇവർ ഓരോ ചെമ്പ് ബിരിയാണിയിലും ഇവർ തന്നെ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ഓരോ സ്റ്റേജിലും ഇവരുടെ വിലയിരുത്തലുകളെല്ലാം വരുത്തിയിട്ടാണ് ഓരോ ചെമ്പും ഇവിടുന്ന് പോകുന്നത്. ആ അച്ഛനും മക്കളിലും ആരെങ്കിലും ഒരാൾ ഇവിടെ എന്നും ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞ കാര്യം അവിടെ പോട്ടെ, ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ ജനങ്ങൾക്ക് ഇത്രയും വർഷമായിട്ടും ഈ ഒരു ടേസ്റ്റ് ഇപ്പോഴും ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഒന്ന് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കൈ എപ്പോഴും അവിടെ തട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ എത്രത്തോളം ഇതിന് ആരാധകരുണ്ടോ അത്രത്തോളം വിമർശകരുമുണ്ട് എന്നുള്ളത് മറ്റൊരു മുഖമാണ്. ടേസ്റ്റ് അല്ലേ, ടേസ്റ്റ് പലർക്കും പല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഇല്ലാത്തതൊക്കെ ഉണ്ടായിരിക്കും. ടേസ്റ്റിൻ്റെ കാര്യം നിങ്ങളവിടെ മാറ്റി വെച്ചിട്ട് ഞാനിവർ പറയുന്നത് ഇവരുടെ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റിയാണ് പറയുന്നത്. അപ്പോൾ കഥ അറിയാതെ ആട്ടം കാണുന്നവർക്ക് എന്താണ് ഈ ജെഫ് ബിരിയാണി എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്താണ് ജെഫ് ബിരിയാണി എന്നുള്ളൊരു 1 ലൈൻ സ്റ്റോറി, ഇവർ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആയിട്ട് നമ്മുടെ ആദ്യം പരിചയപ്പെട്ട നമ്മുടെ ഹുസൈൻ ബ്രോ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. So the Jeff biryani is basically a Bohra biryani. It's a recipe of my grandfather. His name is Jafar Bhai and he's the actual founder of Jeff biryani. That is why the name came Jeff from Jafar Bhai. And this is his recipe. He was from Yemen. He migrated to India. He got settled in Bombay and he started Jeff biryani in Bombay in the year 1969. And from there the legacy starts. And now we are the 3rd generation. And we used to come here for our vacations to Kochi. We kind of like this place. The people over here are really nice. So we just thought that, we should introduce our traditional Yemeni Bohra biryani to the Kochi people. And that's how we started here in Kochi. We came to Kochi in the year 2010 and we started selling biryani and kebabs on the roadside of Manampalli Nagar in a small Maruti van. And by the grace of Allah, by the grace of God, today we have been able to reach here. And now at present we are serving in Kochi, Edvantra, Epalli, Trivandrum, and Allah wish and with all the people's love and support, soon we'll be starting one outlet in Calicut. അപ്പോൾ ഹുസൈൻ ബ്രോ പറഞ്ഞത് കേട്ടല്ലോ, ഇവർ ഇടയ്ക്കൊക്കെ വെക്കേഷന് വരുന്ന സ്ഥലമായിരുന്നു അത്ര ഈ കൊച്ചി. അപ്പോൾ ഈ കൊച്ചിക്കാരോടുള്ള ഇഷ്ടം കാരണമാണ് അത്ര അവരുടെ ബിസിനസ് കൊച്ചിയിലേക്ക് മാറ്റിയത്. 2010 ചെറിയ രീതിയിൽ തുടങ്ങിയാണ് അത്ര. ഇപ്പോൾ അവർ വളർന്ന് 3-4 ബ്രാഞ്ചൊക്കെ ആയിട്ട് ഭയങ്കര സംഭവിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹുസൈൻ ബ്രോ കഥയൊക്കെ പറഞ്ഞതിൻ്റെ സംഭവം ഇപ്പോൾ ഒരുപാട് നീങ്ങി. ഇപ്പോൾ കഥ മാറി, ഇപ്പോൾ ബിരിയാണി ദമ്മ് പൊട്ടിക്കുന്നതിലേക്ക് എത്തി. അതുപോലെ തന്നെ അഫ്ഗാനി ചിക്കൻ ദമ്മ് പൊട്ടിച്ചു. This is all Afghani chicken over here. First of all, the cooking process takes almost 1.5 hours. So for 1.5 hours, it is slowly cooked on the medium flame. എന്തിനെക്കുറിച്ച് ചോദിച്ചാലും പറഞ്ഞു തരാൻ ഇവിടുത്തെ മച്ചന്മാർക്ക് ഭയങ്കര താല്പര്യമായതുകൊണ്ട് തന്നെ അഫ്ഗാൻ ചിക്കനെ കുറിച്ചും ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആവുന്നതുകൊണ്ട് തന്നെ അഫ്ഗാൻ ചിക്കനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അഫ്ഗാനി ചിക്കൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് കഴിക്കുമ്പോൾ നോക്കാം. ഇപ്പം നമുക്കിനി ദമ്മ് പൊട്ടിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാം. ദമ്മ് പൊട്ടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഒരു വടി വെച്ചൊരു കുത്തി നോക്കുന്ന പരിപാടി ഉണ്ടല്ലേ. അതെന്താണെന്ന് വെച്ചാൽ ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ദമ്മായോ നോക്കുന്നതാണ് അത്രേ. ഓരോ ചെമ്പിൻ്റെയും 4 ഭാഗത്തും ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കി ഡെയിലി നോക്കാറുണ്ടെന്നാണ് അവർ പറഞ്ഞത്. കോഴിക്കോട് ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ട് ബിരിയാണി ദം ഇടുമ്പോൾ അതിനകത്തു നിന്നൊരു ആവി വരാറുണ്ട്. ഒരു ചെറിയൊരു ഗ്യാപ്പിലൂടെ ആവി ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ആ ആവി മണത്ത് നോക്കി അതിൻ്റെ ഒരു ദമ്മായോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓരോരുത്തർക്ക് ഓരോ രീതിയാണ്, അതുപോലെ ഇവരുടെ രീതി ആയിരിക്കാം ഇത്. Now this is how you check the dum. It is very much similar like how we check the cake. The bottom layer shouldn't be very moist, oily or watery. അപ്പോൾ നമ്മളെ കേക്കൊക്കെ വെന്തവും ചെക്ക് ചെയ്യുന്ന പോലെ ദമ്മ് സെറ്റ് ആയതും ചെക്ക് ചെയ്യാണ്. എല്ലാ സൈഡും ചെക്ക് ചെയ്യൂല്ലേ? Yes, we check each and every vessel. No vessels go out from the kitchen without checking or without even tasting also. Daily. Oh, it's great. It is done. See, there is no oil, no water, nothing. അപ്പോൾ ഇത്രയും നോക്കിയതിൽ നിന്ന് ഒരു ചെമ്പ് മാത്രം കുറച്ച് നേരം കൂടി വേവാനുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ തീയാക്കി വെക്കുന്നത് കണ്ടു. ബാക്കിയെല്ലാം പാക്ക് ചെയ്ത് ഇനി വണ്ടിയിലേക്ക് കയറ്റി ഓരോ ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മളിവിടെ വന്നവർക്ക് പരിചയം ഉണ്ടാകും. ഇവിടെ ഐറ്റംസ് എല്ലാം മാറിയിരിക്കും. ആപ്പിക്കോട്ട് മട്ടൻ ബിരിയാണി, ബട്ടർ ചിക്കൻ ബിരിയാണി, പിന്നെ അഫ്ഗാനി ചിക്കൻ, അതൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് ഐറ്റംസ്? വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? Then we have our standard Jeff chicken biryani. Then in mutton there is Haryali mutton biryani. Then in the side dish there is tandoor Afghan chicken, Afghan chicken. And recently we have also introduced beef biryani. See, because the prices of the mutton is like increasing day by day, so it was not feasible for the people to afford, for everybody. So it was our thought that we should introduce something which is in a mid-range
and everyone can taste our food. So we thought that we'll introduce a beef biryani. അപ്പോൾ ഇവർ പുതുതായിട്ട് ഇപ്പോൾ ബീഫ് ബിരിയാണി തുടങ്ങിയിട്ടാണ്. ഇവിടെ വന്നവർക്ക് അറിയായിരിക്കും ഇവിടെ ബീഫ് ഇല്ല, ചിക്കൻ മട്ടൺ മാത്രമേ ഉള്ളൂ. ചിക്കൻ മട്ടൺ വെച്ച് ഒരുപാട് വെറൈറ്റി ബിരിയാണികൾ, ആപ്രിക്കോട്ട് മട്ടൺ ബിരിയാണി എന്നൊക്കെ പറഞ്ഞത് കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് തോന്നും. പക്ഷേ അതിനനുസരിച്ച് ഞാൻ അവരുടെ കിച്ചണിൽ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ. ആപ്രിക്കോട്ടൊക്കെ ഒറിജിനൽ ആയിട്ടുള്ള ആപ്രിക്കോട്ട് ചേർക്കുകയാണ്. Yeah, it's an imported Turkish apricot. ഇമ്പോർട്ടഡ് ടർക്കിഷ് ആപ്രിക്കോട്ട് അല്ലേ? യെസ് യെസ്. Our sole aim is to provide good quality food to the people. We never compromise in the quality. ഓക്കെ, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോഴും ആ ഒരു ചെമ്പിലുള്ള അഫ്ഗാനി ചിക്കൻ 100 പീസ്. Yeah, that's Afghani chicken. ആ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചും ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തിട്ടില്ല അല്ലേ? See, it all depends. Yeah. ഇൻക്രീസ് ചെയ്തിട്ടില്ല, ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തിട്ടില്ല. No, see, we believe that whatever capacity we are having, we are trying to produce that much in our own limit, in our own capacity. ഓക്കെ, അവരുടെ കപ്പാസിറ്റിക്കുള്ള ക്വാണ്ടിറ്റി മാത്രമേ അവർ എപ്പോഴും ചെയ്യുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ആ ക്വാളിറ്റി വിടാതെയുള്ള കളികൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴും. അത് തന്നെയാണ് ഇപ്പോഴും ആ ഒരു കൺസിസ്റ്റൻസി ഇപ്പോഴും നിലനിൽക്കുന്നത്. Whether I make 1 plate biryani or 10 plates biryani, but that should be of quality and perfect. Okay, today is Sunday. Yes. What's the today's special? Today's being Sunday, we are having our Jeff chicken biryani, apricot mutton biryani, and Afghani chicken. Afghani chicken is the Sunday special? Yeah, it's a Sunday special. Being weekend, today weekend special is apricot mutton biryani, Apricot because mutton, as I said, now on weekdays we are having beef biryani. Okay, this is chicken biryani only or butter chicken biryani? No, this is our Jeff standard chicken biryani. Weekdays what is the special? Weekdays also you'll get Bohra chicken biryani, beef biryani. Some days there will be tandoor Afghan chicken. ബീഫ് ബിരിയാണി. അപ്പോൾ ബീഫ് ബിരിയാണി വീക്ക് ഡേയ്സിലുള്ളൂ, വീക്കെൻഡിൽ ഇല്ല. പക്ഷേ കടവന്ത്ര ബ്രാഞ്ചിൽ സൺഡേ ഉണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഒരു ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, ഞാനത് എനിക്ക് മാത്രം, നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ഇല്ല, ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കിയിട്ട് പറയാം. നിങ്ങൾ വീക്ക് ഡേയ്സിൽ വരുമ്പോൾ കഴിക്കാം അല്ലേ? Definitely, please, you are most welcome. ഓക്കെ, പിന്നെ മൺഡേ ഇവിടെ ലീവാണ് അല്ലേ? Monday is holiday, Monday is family day for us. തന്തൂർ അഫ്ഗാനി ഇല്ലേ? Yeah, തന്തൂർ അഫ്ഗാനി ഏത് ദിവസം ഉണ്ടാകുക? Tandoor Afghan chicken, see, we keep on shuffling the dishes. It's not like any fixed day for it. If there is any festive day or something like that, so we do have. Now yesterday was 2nd October, it was a bank holiday, so we had Tandoor Afghan chicken on that. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഭാഗ്യം പോലെ ഇരിക്കും. തന്തൂർ അഫ്ഗാനി നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങൾ കിട്ടിയാൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെ കമൻറ്റ് ചെയ്യാൻ. ഇന്ന് കഴിച്ച് നോക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ ഇന്ന് കിട്ടിയില്ല. And it also all depends on the availability of the raw materials. How the raw materials we get, we make. Whatever fresh materials we get, we make. എന്തായാലും നമുക്ക് കിച്ചണിലെ കാര്യങ്ങളൊക്കെ കണ്ടുവന്നു. ഇപ്പോൾ ദമ്മ് പൊട്ടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ സമയം 11:30 ആയി, ആളുകൾ വെയിറ്റിംഗ് ആണ്. People also waiting for you. No, not for me. It's for the food. And thank them all. Okay. Thank them all. Okay, അപ്പോൾ നമുക്ക് Please. serve ചെയ്യാം. Yeah, definitely. In the name of Allah, we'll start. Okay. അപ്പോൾ നമ്മൾ ഇവിടെ തിരക്ക് വരുന്നതിന് മുമ്പ് ഇരുന്നു. ഇപ്പോൾ സമയം 12 മണി ആയിട്ടില്ല. 12 മണിയുടെ മുന്നേ ലഞ്ച് കഴിക്കാന്ന് പറയുമ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ രാവിലെ 8 മണിക്ക് വന്നാണ് ഇവരെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ഒരുപാട് മെനക്കെട്ടെടുത്തൊരു വീഡിയോ ഞാൻ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ കുറേ കാലത്തിന് ശേഷം. അപ്പോൾ അത്ര എഫേർട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനി അത്ര നല്ല വിശപ്പുണ്ട്. ഈ ബീഫ് ബിരിയാണിയാണ് കഴിച്ചു തുടങ്ങാം. പിന്നെ സാധാരണഗതിയിൽ ഇങ്ങനെ കൊച്ചിയിൽ നിന്നൊരു വീഡിയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ ഇത് നമ്മുടെ കോഴിക്കോട് കിട്ടുമോ, തിരുവനന്തപുരത്ത് കിട്ടുമോ, അവിടെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവരിതാ കോഴിക്കോടും തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ കോഴിക്കോടുള്ളവർക്കും ഇതേ സെയിം ടേസ്റ്റ് അവിടെ കിട്ടും. കാരണം ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഹുസൈൻ ബ്രദർ ഇല്ലേ, പുള്ളി അവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇവരുടെ സെർവിങ്ങും വളരെ വ്യത്യസ്തം എന്ന് പറയാൻ പറ്റില്ല. ഇവരെല്ലാം അവരുടെ ക്വാളിറ്റി ആ ഒരു കാര്യത്തിലാണ് ചെയ്യുന്നത്. ഈ ദമ്മ് പൊട്ടിച്ച് ഒരു റൈസ് മാറ്റി വെക്കുന്ന പരിപാടിയൊന്നുമില്ല. ദമ്മ് ഇങ്ങനെ മെല്ലെ പൊട്ടിച്ചെടുത്ത് അതിനകത്ത് വൈറ്റ് റൈസ് മാറ്റി ഒരു സൈഡിലേക്ക് വെച്ച് അതിന് തൊട്ടടുത്ത ലെയർ വരുന്നത് ആ ഫ്ലേവർ പിടിച്ച മസാല പിടിച്ച ഒരു റൈസാണ്. അതിന് സാഫ്രോൺ റൈസ് എന്നവർ പറയുന്നത്. അത് കുങ്കുമപ്പൂവിൻ്റെ ഒരു ഫ്ലേവറാണെന്ന് അവർ പറയുന്നത്. അതുള്ള റൈസ്. ചിക്കൻ ബിരിയാണിയുടെ കാര്യം പറഞ്ഞോ, ബീഫിൻ്റെ അല്ല. ബീഫിൻ്റെ അതുപോലെ തന്നെ ചെയ്യുന്നത്. എന്നിട്ട് അത് മാറ്റി വെച്ച് എന്നിട്ട് അടിയിൽ നിന്ന് നല്ല ഒരു പീസ് എടുത്ത് സാധാരണ ബിരിയാണി വീഡിയോയിൽ ദമ്മ് പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം ഉണ്ടല്ലോ, ഇവിടെ വ്യത്യസ്തമായൊരു മണം. ഞാൻ അനുഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായൊരു ബിരിയാണിയുടെ മണം. എനിക്ക് ഒരു ഫ്ലേവർ, നല്ലൊരു ഗുഡ് ഫ്ലേവർ എനിക്കവിടെ കിട്ടി. ആ ഒരു നല്ല നെയ്യൊക്കെ ഒഴിച്ചിരുന്നു, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ എല്ലാം കൂടെ. നെയ്യ് സാധാരണ ബിരിയാണി കഴിക്കും, പക്ഷേ എന്നാൽ മൊത്തത്തിലൊരു വ്യത്യസ്തമായ ബിരിയാണി. പിന്നെ പ്രത്യേകം പറയുന്നേരം നമ്മുടെ സാധാരണ മലബാർ ബിരിയാണി, കോഴിക്കോട് ബിരിയാണി, കൊച്ചി ബിരിയാണി ഒന്നും അല്ലത് യമനി ബിരിയാണി. ഇവരുടെ ഒരു ജെഫ് ബിരിയാണി എന്ന് പറയാം. ഇവരുടെ ഗ്രാൻഡ് ഫാദറായിട്ട് ഇവർക്ക് കിട്ടിയിരുന്ന ഇവരൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇവിടെ കൊച്ചിയിൽ പരീക്ഷിച്ച് വിജയിച്ചൊരു റെസിപ്പിയാണത്. എത്രത്തോളം വിജയിച്ചു, ഇതിന് എത്രത്തോളം ആരാധകരുണ്ട്, അതുപോലെ തന്നെ ഇതിന് ഹേറ്റേഴ്സ് ഉണ്ടാവും, സ്വാഭാവികം. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എന്നിട്ട് ഇവർ ഇതിനകത്ത് നിന്ന് കോരി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഒരു പീസ് എടുത്ത്, ഇപ്പോൾ ചിക്കനാണെങ്കിൽ ബീഫാണ്, ഒരു പീസ് എടുത്ത് സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാലയുള്ള റൈസ് വിളമ്പി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് റൈസ് വിളമ്പി അങ്ങനെയാണ് ഇവർ സെർവ് ചെയ്യുന്നത്. അതൊക്കെ നല്ല ക്വാളിറ്റിയിൽ അതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. വാ, ബീഫ് ബിരിയാണി ആദ്യം നമുക്ക് റൈസ് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട്. റൈസ് നല്ല ലോങ് ഗ്രെയിൻ റൈസാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ ലോങ് ഗ്രെയിൻ റൈസാണ് ഉപയോഗിക്കുന്നത്. റൈസ് നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ടോട്ടലി ഡിഫറെൻറ്റ് ടേസ്റ്റ്.
നിങ്ങൾ ഇവിടുന്ന് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ ടേസ്റ്റ് നിങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഇന്ന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എനിക്ക് വെറൈറ്റികളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ആ രീതിക്ക് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ചില ആളുകൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു കാരണം തന്നെ. പക്ഷേ ഇവിടുത്തെ തിരക്ക് കണ്ടാൽ അറിയാം, പിറകിൽ ക്യൂ നിൽക്കുന്നത് കണ്ടാൽ അറിയാം എത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ ബീഫ് നോക്കുക. അയ്യോ, ബീഫൊക്കെ തൊടുമ്പോഴേക്ക് പോകുന്നു. ബീഫിൻ്റെ കാര്യം ഒരു പ്രത്യേകം കിച്ചണെന്നോട് പറഞ്ഞാണ്. ഇവർ നല്ല ടെൻഡർ ലോയിൻ കട്ടും ഒക്കെ നോക്കി സെലക്ട് ചെയ്തെടുക്കുന്നതാണ്. ബീഫിൻ്റെ ഓരോ ഭാഗത്തിനും, ബീഫിൻ്റെ മൂപ്പിന് മാത്രമല്ല, ഓരോ ബീഫിൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗത്തിൻ്റെ മീറ്റിനും ഡിഫറെൻറ്റ് വേവായിരിക്കും, ഒക്കെ മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവർ നല്ല സെലക്റ്റീവ് പീസ് നോക്കി എടുക്കുന്നതാണെന്ന് അവർ പറഞ്ഞത്. ബീഫ് അടിപൊളിയാണ്. ബീഫെല്ലാം സോഫ്റ്റ് ആയിട്ട് വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന ടേസ്റ്റ്. ഇറ്റ്സ് ഗുഡ്. നമ്മുടെ മലപ്പുറം കുട്ടൻ ബിരിയാണി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ക്വാളിറ്റിയുടെ മീറ്റാണ്. പക്ഷേ ടേസ്റ്റ് ടോട്ടൽ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ടേസ്റ്റിനകത്ത് ഓവറായിട്ട് മസാലയുടെ ഫ്ലേവർ ഒന്നുമില്ല. കിച്ചണിൽ ഞങ്ങൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ മസാലയും ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ മസാലയ്ക്ക് ഒരുപാട് കുത്തൽ ഫീൽ ചെയ്തു. അപ്പോൾ പുള്ളിയോട് പറഞ്ഞപ്പോൾ അവർ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണമെന്ന്. ഇത്ര കാലം എക്സ്പീരിയൻസ് ഉള്ള അവരായിട്ട് പോലും നമ്മളോട് സജഷൻ ചോദിക്കാറുണ്ട്. നമ്മളോട് പറഞ്ഞാൽ നമുക്ക് അത്ര എക്സ്പീരിയൻസ് പോലും ഇല്ല, എന്നിട്ട് അവർ നമ്മളോട് സംശയം ചോദിക്കും. അത് അവരുടെ ഹോസ്പിറ്റാലിറ്റിയാണ്, അത് അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അത് റൈസ് ഇട്ട് കഴിഞ്ഞാൽ ആ റൈസിൻ്റെ ടേസ്റ്റ് അബ്സോർവ് ചെയ്തെടുത്ത് ആ മൈൽഡ് ഫ്ലേവർ ആക്കി എടുക്കുമെന്ന് പറഞ്ഞു. അത് വളരെ കറക്റ്റാണ്. ഇപ്പോൾ റൈസ് എല്ലാം ചേർന്ന് വന്നപ്പോൾ ടേസ്റ്റ് വളരെ മൈൽഡായി. എന്നാൽ അത്ര മൈൽഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലിറ്റിൽ ബിറ്റ് സ്പൈസിയാണ്. അതൊരു സ്പൈസി എന്ന് പറഞ്ഞാൽ അങ്ങനെ എരിഞ്ഞു പോകുന്ന സ്പൈസി ഒന്നുമില്ല. എൻ്റെ കൂടെ കഴിഞ്ഞ ഒരു കലീലിക്കുണ്ടായിരുന്നു, അദ്ദേഹം എരിഞ്ഞു പോഞ്ഞ പോലെ തന്നെ സ്പൈസി ഒന്നുമില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ സ്പൈസി ഉള്ള ഒരു അടിപൊളി ഫ്ലേവർ. ബീഫിൽ 2 പീസ് ഉണ്ട്, കൂടെ സലാഡ് വന്നിട്ടുണ്ട്, ഒരു പിക്കിൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇവർ ട്രൈ ചെയ്യുന്നത് ആപ്രിക്കോട്ട് മട്ടൻ ബിരിയാണിയാണ്. പിന്നെ അത് നമ്മുടെ അഫ്ഗാനി ചിക്കൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ താഴെ സ്ക്രീനിൽ കാണിച്ചു തരാം, ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്നത് ഞാനല്ല, നമ്മുടെ വിഷ്ണു മച്ചാനുണ്ട് നമ്മുടെ കൂടെ, ഓട്ടോസ് വ്ലോഗ്. ബീഫ് എങ്ങനെ ഉണ്ടായിരുന്നോ? ബീഫ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എണ്ണ ടേസ്റ്റ് എന്നറിയാം, നമ്മൾ കഴിക്കാത്തൊരു ടേസ്റ്റ് അല്ലേ? സാധാരണ ബീഫ് ബിരിയാണി ഇങ്ങനെയല്ല. അതായത് നമ്മുടെ ബിരിയാണി നമ്മൾ കഴിച്ചിട്ടുള്ള ബിരിയാണികളൊന്നും ഇങ്ങനെയല്ല. അതായത് വെറൈറ്റി ഒരു ടേസ്റ്റ് ആയിട്ട്, വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഒരു മസ്റ്റ് ട്രൈ. അത്ര എനിക്ക് പറയുള്ളൂ. അപ്പോൾ നമുക്ക് ആപ്രിക്കോട്ട് മട്ടൻ ബിരിയാണി വിഷ്ണു ആണ് കഴിക്കുന്നത്. ഇതിനകത്തേക്ക് ആപ്രിക്കോട്ട് ഇടുന്നത് നമ്മൾ ലൈവ് കണ്ടതാണ്. ആപ്രിക്കോട്ടിന്റെ കുരു കിടക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ അവിടെ നിന്നപ്പം ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആപ്രിക്കോട്ട് കഴിക്കാൻ തന്നതിന് ശേഷം പറയുകയും ചെയ്തു, ആപ്രിക്കോട്ട് അതിനകത്ത് ഉരുകി ഇറങ്ങിയിട്ട് കുരു നിങ്ങൾക്ക് കാണാവുന്നു. കുരു എന്തിനാ ഇടുന്ന പറഞ്ഞു? കുരു അതായത് ആപ്രിക്കോട്ടിന് ഇട്ടിട്ടുണ്ടെന്നുള്ള തെളിവിന്. അപ്പൊ ഇപ്പൊ ഞാൻ ആളുകൾ പറയും കുരു മാത്രം ഇടുന്നുള്ളൂ. അപ്പൊ ഇതിനകത്തുണ്ടോ രക്ഷയില്ല, നല്ല പീസാണല്ലോ, നല്ല കിടുക്കൻ പീസ്, രക്ഷയില്ല. ഇത് ആപ്രിക്കോട്ടെല്ലാം കൂടെ മിക്സ് ആയിട്ട് കിടക്കുക. ഇത് ജസ്റ്റ് ഇതുണ്ട്, ഈ ആപ്രിക്കോട്ടും ഇതെല്ലാം കൂടെ എടുത്തിട്ടൊന്ന് പൊന്നെ എന്നാ എക്സ്പ്രഷൻ വെച്ചാലേ മാരക സാധനം പക്ക. നമ്മള് പണ്ട് 2 കൊല്ലം മുന്നേ കഴിച്ചിട്ടുണ്ട്, കൊറോണക്കൊക്കെ മുന്നേ. Taste the Afghani chicken, then mix this gravy with the rice and that is the combination. Oh, taste this Yemeni pickle also. Okay. Yemeni pickle. Yes. Bismillah. പുള്ളി പറഞ്ഞെന്നു പറഞ്ഞാൽ ആദ്യം ഇത് കഴിക്കുക, നമ്മുടെ അഫ്ഗാനി ചിക്കൻ. ഉടഞ്ഞു വരുന്ന എന്നിട്ട് ഈ അഫ്ഗാനി ചിക്കൻ്റെ ഗ്രേവി കുറച്ചെടുത്തതിന് ശേഷം ഈ റൈസിനകത്തോട്ട് ഇടുക. റൈസിനകത്തോട്ട് ഇട്ടച്ച് ഈ യമനി പിക്കിൾ കുറച്ചെടുത്ത് ടച്ചിങ് പോലെ സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് ഇല്ലില്ല എന്നിട്ട് ഈ റൈസിനകത്ത് നമ്മുടെ ഈ ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട്, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, നൈസ് സാധനം. അതായത് ഇതൊന്നും നമ്മുടെ നാട്ടിൽ സാധാരണ കഴിച്ചിട്ടുള്ള ടേസ്റ്റുകളൊന്നും അല്ല. ഇവിടെ ഒന്ന് കഴിക്കുന്നവർക്ക് അത് കറക്റ്റ് മനസ്സിലാവും. നമ്മൾ സാധാരണ കഴിക്കുന്ന ടേസ്റ്റുകളെ അല്ല. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടുന്നില്ല, അൺഎക്സ്പ്ലെയിനബിൾ, അങ്ങനെ നിർവചിക്കാം. ഇത് യമനി അച്ചാറായത്, യമനി പിക്കിൾസ്. ഞാൻ നമ്മുടെ മാങ്ങാച്ചാറൊന്നും ഇതിൽ കഴിച്ചില്ല, ഞാൻ എടുത്തില്ല ആദ്യം. അപ്പോൾ ആപ്രിക്കോട്ട് മട്ടൻ ബിരിയാണി വിഷ്ണു മച്ചാൻ കഴിച്ചു. ഇനി അടുത്ത ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ്. ബട്ടർ ചിക്കൻ ബിരിയാണിയാണ് സാധാരണ ഉണ്ടാവാറ്, പക്ഷേ ഇന്ന് ചിക്കൻ ബിരിയാണിയാണെന്ന് പറഞ്ഞു. പിന്നെ ഇവരെ റെസ്റ്റോറൻറ്റ് നോർമലി ഇവിടെ ഒരു ചെറിയ 3 ടേബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ പണ്ട്. പക്ഷേ ഈ സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കുറച്ചൊന്ന് ഇൻറ്റീരിയറൊക്കെ ഒന്ന് മാറ്റം വരുത്തി കുറച്ച് ടേബിളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇരിക്കാനുള്ള സൗകര്യം ആക്കിയിട്ടുണ്ട് ഇവിടെ. മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഫുഡിന് മാത്രം ഒരു മാറ്റം വന്നിട്ടില്ല. ഇതാ നല്ല ലോങ് ഗ്രേ റൈസ് തന്നെയാണ്.
കൂടെ ഒരു സലാഡ് വന്നിട്ടുണ്ട്, പിക്കിൾ വന്നിട്ടുണ്ട്, കൂടെ അഫ്ഗാനി ചിക്കൻ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നതല്ല, ഇത് സെപ്പറേറ്റ് ആണ്. നേരത്തെ കഴിച്ചാൽ ഞാൻ ബീഫാണ് കഴിച്ചത്. ആപ്രിക്കോട്ട് ഞാൻ കഴിച്ചു നോക്കി, പക്ഷേ ആപ്രിക്കോട്ടാണ് എനിക്ക് ബീഫിനൊക്കെ ഇഷ്ടപ്പെട്ടത്. ആപ്രിക്കോട്ട് മട്ടൻ ബിരിയാണി വേറെ ലെവലായിട്ടുണ്ട്. അത് വിഷ്ണു പറഞ്ഞപ്പോൾ ഞാൻ അത്രയാണ് വിഷയത്തില്ല, വിഷ്ണു തള്ളുകളായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മീറ്റ് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, പക്ഷേ ആ റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മീറ്റും അടിപൊളിയാണെന്ന് നാം പറയുന്നത്. പക്ഷേ ഇതും റൈസിനൊക്കെ ഫ്ലേവർ ഏകദേശം അടുത്ത് കൂടെ പോകുന്ന പോലത്തെ ഒരു ഫ്ലേവർ തന്നെയാണ് എല്ലാത്തിനും വരുന്നത്. പക്ഷേ മീറ്റിൻ്റെ അടുത്തേക്ക് എത്തുന്നോ, അതായത് മസാലയിലേക്ക് വല്ലാണ്ടങ്ങ് അടുത്ത് വരുമ്പോൾ ടോട്ടലി ടേസ്റ്റ് ഡിഫറെൻ്റ് ആവുന്നുണ്ട്. നല്ല ചൂടോടെ ഇങ്ങനെ പൊട്ടിച്ചിരുന്നു. ചിക്കൻ കുറച്ച് വലിയ പീസ ആയത് കാരണമൊക്കെ ഉള്ളിലേക്ക് ഫ്ലേവർ പിടിച്ചിട്ടുണ്ട്. പക്ഷേ മസാല പിടിക്കാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. ദമ്മിനും ആ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു കുറച്ച് ഡ്രൈ ആയ പോലെ, പൊട്ടുന്ന പോലെ കണ്ടോ, പിന്നെ തൊടുമ്പോഴൊക്കെ ജസ്റ്റ് പൊടിയുന്ന പോലത്തെ ഒരു ഫീൽ, ആ ഒരു ഫീലുണ്ട്. ആ ഒരു ഡ്രൈനെസ് ഉണ്ട് ചിക്കന്. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. എനിക്ക് കിട്ടിയ പീസിൻ്റെ കുഴപ്പമായിരിക്കും, ബാക്കിയെല്ലാം ഓക്കെ. മസാലയുള്ള റൈസും പിന്നെ ചിക്കൻ്റെ കുറച്ച് പീസുകളും ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ച് കുറച്ച് റൈസും കൂടെ മിക്സ് ചെയ്ത് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവരുടെ ടേസ്റ്റിന് ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ്. തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, എത്ര തിരക്ക് വന്നാലും ഇവരെ ക്വാളിറ്റി, അതായത് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് അവർ ചെയ്യുന്നില്ല. ഏട്ടാ നമുക്ക് അഫ്ഗാനി ചിക്കൻ കഴിച്ചു നോക്കാം. അഫ്ഗാനി ചിക്കൻ എന്നെ ഇവിടെ ഏറ്റവും കൊതിപ്പിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതുണ്ടോ, നല്ല നല്ല സോഫ്റ്റായ ചിക്കനിലേക്ക് നല്ല കിടിലൻ ഗ്രേവി, നല്ല വൈറ്റ് കളറുള്ള ഒരു റിച്ച് ഗ്രേവി, കാഷ്യൂ, ബദാം, ഫ്രഷ് ക്രീം, കേടെല്ലാം ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ഒരു ഗ്രേവിയും തരും. ഇതിന് 200 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കിച്ചണിൽ കണ്ടതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, അപ്പോൾ അത് കാണാൻ മറക്കണ്ട. ഇതിനെ മാത്രം എക്സ്ക്ലൂസീവായി കാണിച്ചിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഇതിനെ കുറച്ചേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിനെപ്പറ്റി കാണിച്ചു. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, അത്ര ഉറപ്പാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ നിന്നൊരു പരിചയപ്പെട്ട ഒരു വടകരക്കാരൻ കോഴിക്കോട്ടെ പറഞ്ഞു, പുള്ളിക്ക് ഇഷ്ടമില്ല. എന്താണെന്നറിയില്ല, ക്ഷാമത്തിലുണ്ടാവുമല്ലോ, അത് നമ്മൾ അംഗീകരിക്കണം. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണത്. ഇവർ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവരൊരു ബുഹാറ വംശജനാണ്, ഇന്ത്യൻ അല്ല. പക്ഷേ ഒരു ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് കുറേ വർഷങ്ങളായി. ഇവരുടെ ഗ്രാൻഡ് ഫാദർ മുതൽ ഇന്ത്യയിലാണ്. അപ്പോൾ ഇവരുടെ ഒരു ടേസ്റ്റ് ഇവിടെ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് സക്സസ് ആക്കി എടുക്കുകയാണ് ചെയ്തത്. ബോംബെയിലായിരുന്നു ആദ്യം, പിന്നെ ഒരു കേരളത്തോടുള്ള ഇഷ്ടം കാരണം കേരളത്തിലേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്കും അവരോടുള്ള ഇഷ്ടം കാരണം നമ്മളും വന്ന് കഴിക്കുന്നു. ഞാനും ശനിയൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. തിങ്കൾ അവർ ലീവാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അഫ്ഗാനി ചിക്കനൊന്നും കൈയടിക്കാൻ തോന്നുന്നില്ല, പക്ഷേ എന്നാലും നമുക്ക് നിർത്തിയല്ലേ പറ്റുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകണ്ടേ. അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വേണ്ടി കാണാം. അതിലേക്കും ബൈ. ഇത്രയും സന്തോഷത്തോടെ വൈൻഡപ്പ് പറഞ്ഞ വീഡിയോ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും വളരെ മനസ്സും ശരീരവും നാവിനും എല്ലാം സന്തോഷം നിറഞ്ഞൊരു വ്ളോഗായിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വേണ്ടി അതിലേക്കും ബൈ. അപ്പോൾ വിഷ്ണു മച്ചാനും ബൈ.